ഹായ് ഗൈസ്, ഫെർഡിനാൻഡ് എന്ന ആനിമേഷൻ മൂവി കണ്ടതിന് ശേഷമാണ് ഉണ്ണിക്കുട്ടനും ഉണ്ണിമോൾക്കും 2 കാളക്കുട്ടികൾ വേണമെന്ന് പറയാൻ തുടങ്ങിയത്. സത്യത്തിൽ 2 കാളക്കുട്ടികൾ വാങ്ങാനുള്ള ശേഷിയൊന്നും ഇപ്പൊ നമുക്കില്ല. അപ്പൊ അവർക്ക് വേണ്ടി നമുക്ക് 2 കാളക്കുട്ടികൾ ഉണ്ടാക്കി കൊടുക്കാം. എന്നാ പിന്നെ നമുക്ക് അതിലേക്ക് പോവാം. കാളക്കുട്ടികൾ ഉണ്ടാക്കാൻ എന്താ, ഈ ഓല നമ്മളിവിടുന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഓലയിലല്ല കാളക്കുട്ടികൾ ഉണ്ടാക്കുന്നത്, ഇതിന്റെ തണ്ട് കൊണ്ടാണ് നമ്മൾ കാളക്കുട്ടി ഉണ്ടാക്കുന്നത്. അപ്പൊ ആ മുറിച്ചെടുത്ത തണ്ട് നമുക്ക് 2 കാളക്കുട്ടികളാക്കി മാറ്റിയെടുക്കാം. ഈ തണ്ട് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിനാണ് ഉണ്ണിക്കുട്ടനും ഉണ്ണിമോൾക്കുള്ള കാളക്കുട്ടികൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ 2 കാളക്കുട്ടികൾ, ഒന്ന് ഉണ്ണിക്കുട്ടനും ഒന്ന് ഉണ്ണിമോൾക്കും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാളക്കുട്ടികളെ കയറ് കെട്ടി ഒന്ന് മേയ്ക്കാൻ വിടാം. കാളക്കുട്ടികളായതുകൊണ്ട് എന്തായാലും അല്പം വികൃതി ഉണ്ടാവും. അപ്പൊ നമുക്ക് കാളക്കുട്ടികളെ ഒരു കയറിട്ട് അതിന്റെ നീന്തടത്തിൽ കൊണ്ടുവരാം. അപ്പൊ ഉണ്ണിക്കുട്ടന്റെ കാളക്കുട്ടിയിൽ നമ്മൾ കയറിട്ട് കൊടുത്തു. ഇനി അടുത്തത് ഉണ്ണിമോളുടെ കാളക്കുട്ടിക്കും നമുക്കൊരു കയറിട്ട് കൊടുക്കാം. അപ്പൊ 2 പേർക്കും 2 കാളക്കുട്ടികൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവയെ കൊണ്ടൊന്ന് മേയ്ക്കാൻ പോകാം. അപ്പൊ കാളക്കുട്ടികളായിട്ട് 2 പേര് മേയ്ക്കാനായിട്ട് പോകുന്നുണ്ടേ. കാളയ്ക്ക് പുല്ലൊക്കെ കൊടുക്കുകയാണ് ഉണ്ണിക്കുട്ടൻ. ഉണ്ണിമോളും അതുപോലെ കാളയ്ക്ക് പുല്ലും കാര്യങ്ങളൊക്കെ കൊടുത്ത് മേയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉണ്ണിക്കുട്ടാ, എങ്ങനെയുണ്ട് കാള? നല്ല ഫ്രണ്ട്ലി ആയിട്ടുണ്ട്. ഉണ്ണിമോളെ, എങ്ങനെയുണ്ട് നിന്റെ കാള? ഫെർഡിനാൻഡിനെ പോലെ തന്നെ ഉണ്ടോ? അപ്പോ നമ്മുടെ ഫെർഡിനാൻഡിന് പകരം ഉണ്ടാക്കിയ 2 കാളക്കുട്ടികൾ ഉണ്ണിക്കുട്ടനും ഉണ്ണിമോൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇത് വലിയൊരു സംഭവമൊന്നും അല്ല. കുട്ടിക്കാലത്ത് എനിക്ക് ഇതുപോലെ എൻ്റെ അച്ഛനൊക്കെ ചെയ്തു തന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ കുട്ടിക്കാലത്തും ഇതേ സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ.